യാത്രകളെ പ്രണയിച്ച ഷംലയ്ക്ക് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. ചിരിക്കുന്ന മുഖത്തോടെ എന്നും കൂടെയുണ്ടാകുമെന്ന് കരുതിയ പ്രിയപ്പെട്ടവൾക്ക് തൃത്താല ഗ്രാമം കണ്ണീരോടെ വിട നൽകി. ഒമാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ പൊലിഞ്ഞ തൃത്താല കോട്ടപ്പാടം സ്വദേശി ഷംല ലുബിഷാദിന്റെ മൃതദേഹം പട്ടിശ്ശേരി ജുമാ മസ്ജിദിൽ ഖബറടക്കി. മന്ത്രി MP രാജേഷ്, VT ബൽറാം തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. പുതിയ സ്ഥലങ്ങൾ കാണാനും കുടുംബത്തോടൊപ്പം യാത്രകൾ പോകാനും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഷംലയ്ക്ക് സന്തോഷം നിറഞ്ഞ ആ യാത്ര അപ്രതീക്ഷിതമായി അന്ത്യയാത്രയായി മാറുകയായിരുന്നു. കഴിഞ്ഞ 11 വർഷമായി ഭർത്താവ് ലുബിഷാദിനൊപ്പം ഒമാനിൽ ബിസിനസ് രംഗത്ത് സജീവമായിരുന്നു ഷംല. ബർക്കയിൽ സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം കുത്തൊഴുക്കിൽപ്പെട്ടത്. എന്നും പുഞ്ചിരിയോടെ മാത്രം കണ്ടിരുന്ന ഷംലയുടെ മരണം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇനിയും വിശ്വസിക്കാനായിട്ടില്ല. യാത്രകളിലെ മനോഹര നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്ന ഷംല അനേകം സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് മടങ്ങിയത്. വിതുമ്പുന്ന മക്കളും തളർന്ന മനസ്സുകളും അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ലുബിഷാദും 9 വയസ്സുകാരി ഫാദിലിയും 5 വയസ്സുകാരി ഫെബയും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ തളർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ വിയോഗം ആ കുരുന്നുകൾക്ക് ഇനിയും മനസ്സിലാക്കാനായിട്ടില്ല. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.